സിസിലി, ആ ഗ്ലാസ് ഇഞ്ഞിതാ. പള്ളിയിൽ നിന്ന് വരുമ്പോ സുഗുണൻ ചേട്ടനെ കണ്ടു. ഇപ്രാവശ്യത്തെ ചിട്ടി സുഗുണൻ ചേട്ടന് കൊടുക്കണമെന്ന് മമ്മായോട് പറയാൻ പറഞ്ഞു. അതെങ്ങനെയാ? കുറിച്ചിട്ടല്ലേ? ഞാൻ വിചാരിച്ചാലും കൊടുക്കാൻ പറ്റുമോ? സുഗുണന്റെ പേര് നറുക്കിടണോ എന്ന് ആലോചിക്കണം. 2 മാസത്തെ തവണ കുടിശ്ശികയാ. പീതാമ്പരി ചേട്ടൻ ഒരു പണി പിടിച്ചു കൊടുത്തിട്ടുണ്ട്. കുടിച്ചു തീർക്കുമായിരിക്കും. ആ, നോക്കട്ടെ. എടാ, ഇനി ചായ ചൂടാക്കാൻ അമ്മയ്ക്ക് വയ്യ. എണിക്കാൻ. പോസ്റ്റ് വന്നിട്ട് പോയോ അമ്മ? ആ, പോയി. കുവൈറ്റിൽ നിന്ന് എഴുത്തൊന്നും ഇല്ലേ? അവരവിടുന്ന് അയച്ചെങ്കിലല്ലേ നിനക്ക് കിട്ടുള്ളൂ. പോസ്റ്റലിലായിരിക്കും. എന്തിനും പറയാനൊരു സമാധാനമുണ്ട്. ഇന്നലെയും വെളിവില്ലാതെയാ വന്ന് കേറിയത്. എങ്ങനെ കുടിക്കാതിരിക്കും? ഞാൻ ഓടിപ്പോരുമ്പോഴുള്ള കുവൈറ്റിന്റെ അവസ്ഥ കണ്ടിരുന്നെങ്കിൽ മമ്മ തന്നെ എനിക്ക് ഒഴിച്ചു തന്നേനെ. യുദ്ധക്കൊതിയന്മാരുടെ മനസ്സ് മാറ്റാനാ ഒരു രുചിയില്ലാഞ്ഞിട്ടും ഞാനിതൊക്കെ വലിച്ചു കുടിക്കുന്നത്. അതുപോലെ എന്നെ ഇവിടെ ഇറക്കിയ ഒരു സോഡ ഇങ്ങെടുത്തോ. ഇതെന്തോടോ ബ്രേക്ക് ഡാൻസോ? ബ്രേക്ക് ഡാൻസ് ഒന്നുമല്ല. ഷോപ്പില് സോഡ ഇല്ലായിരുന്നു. ഒന്നും ചേർക്കാതെ 2 ലാർജ് അടിച്ചു. സോഡ ഉള്ളിച്ചെന്ന് അതുമായിട്ടൊന്ന് മിക്സ് ആയിക്കോട്ടെ. മിക്സ് ആവാനോ? ആ, ഓ, തലയ്ക്ക് മദ്യം പിടിച്ചല്ലേ? മദ്യം പിന്നെ തലയ്ക്കല്ല നടുവിനാണോ പിടിക്കുന്നത്? ശാന്തപ്പ, ഞാൻ മമ്മയടുത്ത് പറഞ്ഞ് ഇത്തവണത്തെ ചിട്ടി തനിക്ക് പിടിച്ചേ. വേണ്ട. വേണ്ടേ? കിട്ടുമ്പോ മതി. ഈ പേരും പറഞ്ഞ് എന്നെ കൊണ്ട് കുപ്പി വാങ്ങിപ്പിക്കാനല്ലേ? തനിക്കും ബുദ്ധി വന്നു തുടങ്ങിയോ ശാന്തപ്പ? ഫുള്ള് വേണ്ട, ഹാഫ് മതി. നടപ്പില്ലയോക്കി. ദേ അച്ഛനാര് വരുന്നു, ഒന്ന് വളച്ചു നോക്ക്. അച്യുതനാര് വളയണമെങ്കിൽ അയാളുടെ ദേഹത്ത് മയലെണ്ണ വരട്ടണം. ഈ ആളുകളെ കൊണ്ട് ഞാൻ തോറ്റു. എല്ലാവർക്കും ഞാൻ തന്നെ വേണം അധ്യക്ഷനായിട്ട്. ഇന്ന് പഞ്ചായത്തിന്റെ വക ആട് വിതരണം, അധ്യക്ഷൻ ഞാൻ. നാളെ അമ്പലപ്പുഴ പ്രിയദർശന്റെ കവിതാപുസ്തകം പ്രകാശനം, അതിനും അധ്യക്ഷൻ ഞാൻ. വിട്ടോടിപ്പോയാലോ എന്ന് ആലോചിക്കാം. ചേട്ടന്റെ കോരിത്തരിപ്പിക്കുന്ന പ്രസംഗവും ആളുകൾക്കൊരു ഹരമാ. അതൊക്കെ ശരിയാ ശാന്തപ്പ, പക്ഷെ എല്ലാത്തിനും വേണ്ട ഒരു അതിർ വരുമ്പ്. എനിക്കാണെങ്കിൽ പഴയതുപോലെ മേലാൻ താനും. അല്ല, ഉമ്മണി ആശാനെ കാണാനില്ലല്ലോ. ആശാൻ ചെറുപ്പം നിർത്തി പോയോ? ആശാന്റെ മോക്കൊരു കല്യാണാലോചന. ഓഹോ. അതിന് പീതാമ്പന്റെ എന്നടിച്ച് പോയിരിക്കുക. പീതാമ്പനാണോ വരൻ? പീതാമ്പൻ നല്ല വരൻ. പിന്നെ അവൻ ദല്ലാളോ? ഒരു സഹായി. സഹായി? എന്ത് സഹായി? ഒരു പൊതുയോഗോ മീറ്റിംഗോ പ്രസംഗമോ സംഘടിപ്പിക്കാൻ കഴിയാത്ത അവനെന്ത് സഹായിയാടോ? നേരാ, അങ്ങനെയുള്ള വട്ടൊന്നും പീതാമ്പരനില്ല. പ്രസംഗത്തിലല്ല, പ്രവർത്തനത്തിലാ പീതാമ്പന് താല്പര്യം. എന്ത് പ്രവർത്തനത്തിനും ആവേശം വെക്കാൻ ഒരു പ്രസംഗം അത്യാവശ്യമാണ്. ചൊക്കി. എന്റെ പേര് ചൊക്കിന്നല്ല, ജൊക്കിന്ന. എല്ലാം കണക്ക് തന്നെ. അല്ലെങ്കിൽ തന്നെ മഹാന്മാരെന്താ ചോദിച്ചിരിക്കുന്നത്? പേരിൽ എന്തിരിക്കുന്നു? വിഭവം. ജോ എന്നുള്ളത് ചോ ആക്കി. അതിലെന്താ? എന്നാലേ ഞാനൊരു കാര്യം ചെയ്യാം. അച്യുതൻ നായർ എന്ന പേരിലെ അങ്ങോട്ട് മാറ്റിക്കളയാം. ഓ, നിനക്കൊരെല്ലു കൂടുതലാ. അതെയാ? സാറേ, സാറേ, എന്ത് വേണം? മണി എത്രയായി? സമയം അറിഞ്ഞാലേ നിനക്ക് ഉറക്കം വരത്തുള്ളൂ. അതുകൊണ്ടല്ല, എന്നെ തിരക്കി ആരും വന്നില്ല ഇതുവരെ. ആ പീതാംബരം വന്നിട്ട് പോയി. അയ്യോ, എന്നിട്ട് എന്താ എന്നെ എടുത്തോണ്ട് പോവാഞ്ഞ്? SI വരെ ജാമ്യം കിട്ടൂ. ഈ സ്റ്റേഷൻ ഇങ്ങനെ തുറന്ന് മലത്ത് വെച്ചിട്ട് SI എവിടെ പോയി കിടക്കുവാ? പീതാംബരം വല്ലതും പറഞ്ഞു സാറേ? ജാമ്യം വാങ്ങിക്കാൻ പോയിരിക്കുക SI കോട്ടേഴ്സിൽ. ജാമ്യം തരുന്നതിന് മുമ്പ് ആദ്യം എന്തെങ്കിലും കഴിക്കാന്താ? എനിക്ക് വിശക്കുന്നു. മൂക്കറ്റം പിടിപ്പിക്കുമ്പോഴേ ആലോചിക്കണമായിരുന്നു വിശക്കുമെന്ന്. ചേട്ടൻ കഴിക്കുമെങ്കിൽ എനിക്ക് നിനക്ക് എനിക്ക് ഒന്ന് മാത്രമേ പറയാനുള്ളൂ. അത് എത്രയും പെട്ടെന്ന് സ്റ്റോപ്പ് ചെയ്യണം. മദ്യം വിഷമാണ്. എനിക്കാണോ അമ്മ? എനിക്കാ. കോട്ടയത്ത് നിന്ന് കറിയാച്ചന്റെയാ. നല്ലോണം നോക്കിയോ? എനിക്ക് ഇന്നും ഇല്ല എഴുത്ത്. ഇല്ല. ആളില്ലാത്ത മണിനാട് വല്ലതും ഉണ്ടോ? ഉണ്ട്, പക്ഷെ തന്തയില്ലാത്ത പിള്ളേർക്കെ കൊടുക്കൂ. എങ്കിൽ ആശാൻ തന്നെ എഴുതി എടുത്തോ. കുവൈറ്റ് അടുത്ത് കളിക്കരുതേ. പോടാ പോടാ. യുദ്ധം കഴിഞ്ഞിട്ട് കുറെ മാസം ആയല്ലോ, നിന്നെ തിരിച്ചു വിളിച്ചില്ലേ? അത് തന്നെ അമ്മ ഞാനും ആലോചിക്കുന്നത്. നിന്നെ പോലീസ് പിടിച്ച വിവരം അവരറിഞ്ഞിരിക്കും. പോലീസുകാരെ പിടിക്കുന്നൊന്നും വലിയ കുറ്റമല്ലോ അമ്മ. മഹാന്മാരെ എല്ലാം പോലീസ് പിടിച്ചിട്ടുണ്ട്. ഗാന്ധിജിയുടെ പല്ല് പോയത് എങ്ങനെയാണെന്ന് അമ്മയ്ക്ക് അറിയോ? പോലീസ് തൊഴിച്ചിട്ടാ. എന്നാൽ നീയും മഹാനാണെന്നും പറഞ്ഞിരുന്നോ? കുവൈറ്റിൽ നിന്ന് ഇന്ന് വിളിക്കും നാളെ വിളിക്കുന്നും പറഞ്ഞ് ചാരായം കുടിച്ച് വഴിനീളെ വഴക്കുണ്ടാക്കി നടന്നാ മതിയല്ലോ. ഇല്ലാത്ത കാശുണ്ടാക്കിയാ ഞാൻ നിന്നെ കുവൈറ്റിൽ അയച്ചത്. എന്നിട്ട് പട്ടി ചന്തയ്ക്ക് പോയതുപോലെ പോയിട്ട് തിരിച്ചു പോന്നു. പിന്നെ ഞാൻ അവിടെ കിടന്ന് രാസായുധം വെച്ച് ചാകണമെന്നാണോ അമ്മ പറയുന്നത്? ചാകണ്ട, നാട്ടിൽ എന്തെങ്കിലും ചെയ്തൂടെ? നാട്ടിൽ ചെയ്യുന്നു. ഇവിടെ പട്ടിണി കൂടാതെ ഒരു ദിവസം കഴിയണമെങ്കിൽ രൂപ 50 വേണം. എന്നാ ഇതുണ്ടാക്കാനാ? എന്തിനു നിനക്ക് പറയാനൊരു സമാധാനം ഉണ്ടല്ലോ.
ഒന്നെങ്കിൽ വീട്ടിൽ എന്തെങ്കിലും പ്രയോജനം വേണം, അല്ലെങ്കിൽ നാട്ടിൽ. ആഹാ, പോത്തിനോട് വേദോദാണ്. വെറുതെ സമയം കളയണ്ട, എന്തായാലും കുടിക്കാൻ എടുക്കും അമ്മ. ആ, നിന്നോടൊരു കാര്യം പറഞ്ഞിട്ട് നീ ഇതുവരെ ചെയ്തില്ലല്ലോ പീതാംബര. എന്ത് കാര്യം? ആഹാ, നീ മറന്നോ ആ റേഷൻ കട അവറാച്ചന്റെ കാര്യം? അയാളെ കൊണ്ട് പൊറിഞ്ഞു മുട്ടിയിരിക്കുക. മണ്ണെണ്ണയ്ക്ക് ചെന്നാ പഞ്ചസാര ഉണ്ടെന്ന് പറയും, പഞ്ചസാരക്ക് ചെന്നാ മണ്ണെണ്ണ ഉണ്ടെന്ന് പറയും. തൂക്കത്തിലാണെങ്കിൽ ഭയങ്കര വെട്ടിപ്പും. ഞാൻ സംസാരിക്കാം. ചുമ്മാ സംസാരിച്ചാ പോരാ, ശരിക്കും സംസാരിക്കണം. കുടിക്കാൻ പച്ചവെള്ളം മതിയോ? ഇത്തിരി ചായ എടുക്കണ്ട മമ്മ. ചിട്ടി തുടങ്ങിയ പിന്നെ നിന്റെ മമ്മയുടെ ലുബ്ധ കൂടി വരിക. പുറത്തോട്ടൊന്നും ഇറങ്ങിയില്ലേ? 100 മില്ലിക്കുള്ള വഴി കാണുന്നില്ല. നിന്റെ വല്ലതും ഉണ്ടോ? കുന്തമുണ്ട്. കുന്തം കൊടുത്താൽ ചായം കിട്ടൂല. നിന്റെ കുടി കുറച്ച് ഓവറാവുന്നുണ്ട് കേട്ടോ. ഞാൻ നിനക്ക് ശക്തമായിട്ട് കുറച്ച് ഉപദേശം തരാൻ പോവാ. എനിക്കോ? ആശാനോട് ആര് പറഞ്ഞു? റേഷൻ തൂക്കി കൊടുക്കാൻ നിന്നവനാ പറഞ്ഞത്. അവൻ പീതാംബരനെ എന്താ വിളിച്ചെന്നറിയാവോ? പട്ടിന്ന്. ഉള്ളതോന്നോ? അവൻ പിന്നെ കള്ളം പറയൂ? പീതാംബരൻ ഒരു അക്ഷരം മിണ്ടാതെ പോയി. അയാൾ റേഷൻ നേരാമണ്ണം തൂക്കി കൊടുക്കുന്നില്ലെന്ന് എല്ലാവർക്കും അറിയാം. പീതാംബരൻ അത് ചോദിച്ചെങ്കിൽ അയാൾ തെറി പറയേണ്ട കാര്യം എന്താ? നമ്മളിൽ ഇടപെടണം. ഇടപെട്ടേ പറ്റൂ. ആശാൻ എന്റെ കൂടെ നിൽക്കാമോ? അധിക നേരം നിൽക്കാൻ എനിക്ക് പറ്റൂല. കുറച്ച് കഴിയുമ്പോ ഇരിക്കണം. നിൽക്കാവുന്നിടത്തോ നിൽക്ക്. ആശാൻ ദുർബലനാണെങ്കിലും ഒരു പിൻബലത്തിന് നല്ലതാ. അനിഷ്ട സംഭവങ്ങൾ വല്ലതും ഉണ്ടാകുമെങ്കിൽ ഞാൻ നിൽക്കാം. ഉണ്ടാവും. നിൽക്കാം. കുറെ കാതുകാരെ കൂടി സംഘടിപ്പിക്കണം. പീതാംബരൻ അറിയാൻ പാടില്ല. നാളെ ശനിയാഴ്ച നല്ല ദിവസമാണ്. അവൻ പപ്പുള്ളിയുടെ പലചരക്ക് കടയിലോട്ട് കരിഞ്ചന്ത കടത്ത് നടത്തുന്ന അന്ന. നീ കാര്യമായിട്ട് പറയുവാണോ? തമാശ പറയാൻ ഞാനെന്താ ചാർലി ചാപ്ലിനോ? കണ്ടപ്പാ, ആദ്യം 3 ചായ വാങ്ങിച്ചോണ്ടോ. കടിക്കാൻ വല്ലതും വേണോ? ഒരു പട്ടിയെ കൂടി വാങ്ങിച്ചോ. ഭരണമൊക്കെ നിന്നെ കടയിൽ വെച്ച് മതി. ഇടിച്ചിന്റെ കൂമ്പ് വിലക്കും. ഈ സ്റ്റൈലിലാണ് അവറാച്ച മുതലാളി കാച്ചാൻ പോകുന്നത്. ചായ വാങ്ങിച്ചോണ്ട. ആള് വന്നു. ഇതെങ്ങോട്ട് കൊണ്ടുപോവാ? വീട്ടിലേക്ക്. ഒരു ചാക്കരി വേവിച്ചിന്നാ തന്റെ വീട്ടിലെന്താ ആനയുണ്ടോ? നേരിടറാ. അവരോച്ചോ അടയ്ക്കാൻ വരട്ടെ. പോലീസ് ഇപ്പൊ വരും. അതിനെന്തിനാ അവരെ ബുദ്ധിമുട്ടിക്കുന്നത് എന്ന് ഞങ്ങളെ അടയ്ക്കാറ്. അത് പിറ്റേ ദിവസം തുറക്കാൻ പറ്റുമല്ലോ. ഇത് ഒരിക്കലും തുറക്കാൻ പറ്റാത്ത വിധം പോലീസുകാർ വന്ന് സീൽ ചെയ്യാൻ പോവാ. എടോ, സർക്കാർ തരുന്ന റേഷൻ വെട്ടിച്ചെടുക്കുന്ന ഇങ്ങനെയുടെ പിണിയാളുകളായി പണിയെടുക്കാൻ നാണമില്ലേടോ തനിക്കൊക്കെ? അവറാച്ച, ഞങ്ങളുടെ പീതാംബരനെ നിങ്ങളുടെ പുഴുത്ത റേഷനേരിയേക്കാൾ നാറിയ ആഭാസ വാക്കുകൾ പറഞ്ഞ് അപമാനിച്ചതിന് പകരം ചോദിക്കാൻ കൂടിയാണ് ഞങ്ങൾ വന്നിരിക്കുന്നത്. ഞാൻ വരാറായ. വേണ്ട, അവരെ തള്ളി മാറ്റി കൊണ്ടുവന്ന് നോക്കടാ. കഥാപാത്രം കേൾക്കണോ? നിർത്ത. നേടിയെടുക്കാൻ വിജയം വരെ സമരം ചെയ്യും. തന്നേ തീരൂ. എന്തോ നാടാ പീതാംബര ഇതൊക്കെ? പാവം തൊഴിലാളികൾ, ഇവർക്ക് ആരുമില്ല. ഒരു 5-6 ദിവസത്തേക്ക് ഒരു നിരാഹാര സത്യാഗ്രഹം. നിനക്ക് ഭ്രാന്ത. പട്ടിണി കിടക്കാൻ നിന്റെ വീട്ടിൽ ഇഷ്ടം പോലെ സൗകര്യം ഉണ്ടല്ലോ. പീതാംബര വന്നേ, കുറച്ച് പാർട്ടീസ് തന്നെ കാണാൻ വന്നിരിക്കുക. ഇവിടെ നിന്ന് എഴുന്നേക്കാൻ പറ്റില്ല. നിരാഹാര സമരം ഇപ്പൊ തുടങ്ങിയതേ ഉള്ളൂ. ഇപ്പൊ വിട്ടേക്ക് ആശാനെ. ഉടനെ വരാം. ഞാൻ ഭക്ഷണമൊന്നും കഴിക്കില്ല. കണ്ടാ വന്നത്? നിങ്ങൾ ഒരു മിനിറ്റ് അവിടെ തന്നെ വാ, ഒരു കാര്യം പറയാനുണ്ട്. അത്യാവശ്യ കാര്യമാണ്. കുവൈറ്റിൽ കുറെ കാലം കഴിഞ്ഞിരുന്ന ഒരു ഡീസന്റ് ചെറുപ്പക്കാരൻ എന്ന നിലയ്ക്ക് ഞാൻ പറയാണ്, നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. കുവൈറ്റിൽ സമരമില്ല. അതാണ് അവരുടെ വിജയരഹസ്യം. പട്ടിണി കിടന്ന് ചാകാൻ കച്ചകെട്ടി ഇറങ്ങിയിരിക്കുന്ന ദാരിദ്ര്യവാസികളെ നീ ഉപദേശിക്കരുത്. വിവരമില്ലാത്ത ആളാ, കണ്ടറിഞ്ഞൂടെ? വിളിച്ചോണ്ട് പോയവരെ ഇതിനു മുമ്പ് കണ്ടിട്ടേ ഇല്ലേ? കുമാരൻ എന്തായി പറയുന്നേ? പരിചയമുള്ളവരെ വിളിച്ചോണ്ട് പോയെങ്കിൽ ഇങ്ങനെ വിഷമിക്കാൻ എന്താ ഉള്ളത്? ആരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ദൂരയാത്രയാണെങ്കിൽ ഇവിടെ വന്നൊരു വാക്ക് പറഞ്ഞിട്ട് വേണ്ടേ പോവാൻ. ആരും ഒന്നും ഗുണദോഷിക്കാനില്ലാത്തതിന്റെ കുഴപ്പാ. ആരോ വരുന്നുണ്ടല്ലോ. കണ്ടോ? ഇല്ല. എവിടെയൊക്കെ തിരക്കി? പീതാംബരന്റെ പരിചയക്കാരോടെല്ലാം അന്വേഷിച്ചു. അവിടെ അങ്ങ് ചെന്നിട്ടില്ല. അധ്യക്ഷൻ അച്യുതൻ നായരെ കൊണ്ട് ഒരു പെറ്റീഷൻ എഴുതി പോലീസ് സ്റ്റേഷനിൽ കൊടുത്തു. കാറിന്റെ നമ്പർ വെച്ച് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റുന്നാ തോന്നുന്നത്.
പക്ഷെ നമ്പർ ആരും നോട്ട് ചെയ്തില്ല. അവരുടെ കൂടെ ഇന്ന ഇടത്തേക്കാണ് പോകുന്നതെന്ന് പീതാംബരൻ ഒരു വാക്ക് എന്നോട് പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ നമ്പർ നോട്ട് ചെയ്തേ. അധ്യക്ഷൻ പറഞ്ഞതാ ഒരു അനുശോചനം കൂടാമെന്ന്. പീതാംബരൻ എന്തെങ്കിലും സംഭവിച്ചെന്ന് ഉറപ്പ് വരുത്തിയിട്ട് മതിയെന്ന് പറഞ്ഞ് നിർത്തിയിരിക്കാ ഞാൻ. എന്ത് സംഭവിക്കാൻ? മനുഷ്യന്റെ കാര്യമല്ലേ, എന്തും സംഭവിക്കാം. മമ്മയുടെ മോൻ കുടിച്ചിട്ടുണ്ടോ? ഇല്ല. കൂട്ടുകാരൻ ഒരു ദുരന്തം ഉണ്ടായാൽ ഉടനെ പോയി കുടിക്കുന്നവനല്ലേ ഈ ജോക്കി. ഓക്കെ, എന്ത് ദുരന്തം ഉണ്ടായിട്ടാ നിങ്ങൾ ഈ പറയുന്നേ? കുഞ്ഞിനെ ഒന്നുകൂടെ ഒരു വിളിച്ചോണ്ട് പോയി, വരാൻ ഇത്തിരി വൈകി. അല്ലാതെ ഇവിടെ ആർക്കും ഒരു ദുരന്തം ഉണ്ടായിട്ടില്ല. എല്ലാവരും പോയി കിടന്നേ. അതെ, എന്റെ കൂടെ കുവൈറ്റിലുണ്ടായിരുന്ന ഒരാളുടെ അനിയനെ രണ്ടുപേരിങ്ങനെ കാറിൽ പൊക്കിക്കൊണ്ട് പോയതാ. എന്നിട്ടെന്താ, 7ന്റെ അന്ന് ശവം കായലിൽ പൊങ്ങി. ഇയാളൊന്ന് പോയേ. അല്ല, പേടിക്കാനൊന്നുമില്ല. പീതാംബരനെ കാണാതായിട്ട് 2 ദിവസമല്ലേ ആയുള്ളൂ. ഞാൻ പറഞ്ഞ സംഭവം 7 ദിവസം കൊണ്ടാ സംഭവിച്ചത്. 7 ദിവസത്തേക്ക് കണ്ടില്ലെങ്കിലല്ലേ നമുക്ക് പേടിക്കാൻ. താനോട് പോവാൻ ഞാൻ പോവാ, എന്റെ കൂട്ടുകാരനായി പോയില്ലേ. അന്വേഷിച്ചിട്ട് വീണ്ടും വരാം. അയാള് കുടിച്ച് വെളിവില്ലാതെ ഓരോന്ന് പറയുക. നിങ്ങൾ പോയി കിടന്നാട്ടെ, നേരം വെളുക്കുമ്പോഴേക്കും കുഞ്ഞുങ്ങെത്തും. അതെ, എന്നാത്തിനാ ഇത്രയും ആലോചിക്കുന്നേ? ഈ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന് നിൽക്കാന്ന് പറഞ്ഞാൽ മമ്മാടെ കുറിച്ചിട്ടി ചേരുന്ന പോലെ ഉള്ളൂ. എന്നാലും ഒന്നുകൂടെ ആലോചിച്ചിട്ട് പോരെ. ഇനിയിപ്പൊ പീതാംബരന് താല്പര്യം ഇല്ലാന്ന് പറഞ്ഞാൽ തന്നെ അതിന്റെ പോരായ്മ ഈ കരക്കാർക്കാ. ഈ പ്രദേശത്തിന്റെ എല്ലാ പ്രശ്നങ്ങൾക്കും രാപകലില്ലാതെ ഓടി നടക്കുന്ന പീതാംബരൻ ഈ പഞ്ചായത്തിനെ മൊത്തമായി സേവിക്കാനുള്ള ഒരു അവസരം കിട്ടിയപ്പോ എന്തുകൊണ്ട് പിന്മാറി എന്ന് കരക്കാർ ചോദിക്കും. എന്ത് സമാനം പറയും? അതെ, പ്രവർത്തിക്കുന്ന കാര്യം ഓർത്തൊന്നും പീതാംബരൻ വിഷമിക്കണ്ട. കുവൈറ്റിൽ നിന്ന് വിളി വരുന്നവരെ ഞാൻ കൂടെ ഉണ്ടാവും. അതിനൊരു മാസത്തേക്കല്ലേ ഉള്ളൂ തെരഞ്ഞെടുപ്പ് പ്രചരണം. സ്വതന്ത്രനായിട്ട് നിന്നാ മതി. പീതാംബരൻ സ്ഥാനാർത്ഥിയാന്ന് അറിഞ്ഞാൽ മറ്റു പാർട്ടിക്കാർ നോമിനേഷൻ കൊടുക്കാൻ മുതിരത്തില്ല. എന്നാലും ചില മിടുക്കന്മാര് മുതിരും. അങ്ങനെ വല്ലവനും മുതിർന്ന അവൻ കെട്ടിവെക്കുന്ന കാശ് ബ്ലേഡ് കമ്പനിയിൽ ഇട്ടതുപോലെ കരുതിയാ മതി. അല്ലേ പീതാംബര? അച്യുതൻ നായർ നന്നായിട്ട് പ്രസംഗിക്കുകയൊക്കെ ചെയ്യല്ലോ. അപ്പൊ ഇദ്ദേഹത്തെ നിർത്തിയാ പോരെ? വോട്ട് കിട്ടത്തില്ല. അതുകൊണ്ടല്ല, അതുകൊണ്ട് തന്നെ. ഞാൻ നിന്നാ ജയിക്കുമെന്ന് ഉറപ്പുണ്ടോ? ഉറപ്പുണ്ട്. എന്നാലും വോട്ട് ചോദിച്ച് നടക്കുക എന്നൊക്കെ പറഞ്ഞാൽ നാണക്കേടാ. അല്ല, അതിന് പീതാംബരൻ വോട്ട് ചോദിച്ചു ചെല്ലണോന്ന് ആര് പറഞ്ഞു? നാണംകേടാ ഞങ്ങളുണ്ടല്ലോ. അത് ശരിയാ. അത്രയും കാലമെങ്കിലും നാട്ടുകാരുടെ വലി കുറയുമല്ലോ. പീതാംബരൻ എന്റെ ആജീവനാന്ത സുഹൃത്താണ്. ഞങ്ങൾ ഒന്നിച്ച് കളിച്ച് വളർന്നവരാണ്. മണ്ണപ്പം ചുട്ട് കളിക്കുന്ന കാലത്ത് തന്നെ ചുടുന്ന മണ്ണപ്പമൊക്കെ മറ്റുള്ളവർക്ക് കൊടുക്കണമെന്ന് പീതാംബരൻ നിർബന്ധം പിടിക്കുമായിരുന്നു. എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ പീതാംബരൻ ഒറ്റ അപ്പം പോലും തിന്നിട്ടില്ല. അന്നേ ഞങ്ങൾ പറയുമായിരുന്നു പീതാംബരൻ ഒരു യേശുക്രിസ്തു ആവുമെന്ന്. ഞങ്ങളുടെ കണക്കൂട്ടിലൊന്നും വലുതായിട്ട് തെറ്റിയില്ല. ഈ പീതാംബരനിൽ ഈ നിയോജക മണ്ഡലത്തിൽ നിന്നും പീതാംബരൻ ജയിച്ചാൽ ചെയ്യാൻ പോകുന്ന കാര്യങ്ങളെ കുറിച്ച് ഞാൻ നിങ്ങളോട് പറഞ്ഞ് ഇപ്പോഴേ കൊതിപ്പിക്കുന്നില്ല. ഒന്നും ചെയ്യാൻ 1000 കാര്യങ്ങൾ ചെയ്യാൻ കഴിവുള്ള ചെറുപ്പക്കാരനാണ് പീതാംബരൻ. മാത്രമല്ല ഈ നാട്ടിന്റെ പീതാംബരൻ ഞാൻ എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഞാൻ ഊന്നിപ്പറയുകയാണ്. ഞാൻ നിർത്തുന്നു. നമസ്കാരം. ഉടമടയാളത്തിൽ രേഖപ്പെടുത്തി നമ്മുടെ പ്രിയങ്കരനായ സ്വതന്ത്ര സ്ഥാനാർത്ഥി പീതാംബരനെ വൻപിച്ച ഭൂരിപക്ഷത്തോടുകൂടി. എന്റെ പൊന്നു ചേട്ടന്മാരെ മറക്കരുത്, പീതാംബരനാണ് നമ്മുടെ സ്ഥാനാർത്ഥി. നമ്മുടെ ചിഹ്നം ഞങ്ങൾ ഈ നാട്ടുകാരല്ലേ, ഈ പഞ്ചായത്തിലല്ലേ വോട്ട്. ഞങ്ങളിവിടെ പണിക്ക് വന്നതാ. പണിക്ക് വന്നാണല്ലേ? പണിയുന്നൊക്കെ കൊള്ളാം. മര്യാദയ്ക്ക് ഇടന്നില്ല ഇടിച്ച് 2ന്റെ ഷേപ്പ് മാറ്റിക്കളയും. പീതാംബരൻ ജയിച്ചാൽ ഈ പഞ്ചായത്തിലുള്ളവർക്ക് മാത്രം പണി. സുഹൃത്തുക്കളെ, തെങ്ങടയാളത്തിൽ നിങ്ങളുടെ വിലപ്പെട്ട സമ്മതിദാനാവകാശം രേഖപ്പെടുത്തി നമ്മുടെ സ്ഥാനാർത്ഥി AK കുര്യനെ വമ്പിച്ച ഭൂരിപക്ഷത്തോടെ വിജയിപ്പിക്കണമേ എന്ന് അപേക്ഷിക്കുകയാണ്. അയ്യോ, ഇവിടെ കയറണോ? കേറിയാൽ എന്താ? ഇവിടെ ആർക്കെങ്കിലും പകർച്ചവ്യാധി? വ്യാധിയും വ്യാഖൊന്നും ഉണ്ടായിട്ടല്ല. പാമ്പ് കടിച്ച് മരിച്ച കണ്ണന്റെ വീടാ. അയാളുടെ മോളെ നാടൊട്ടുക്ക് പിരിച്ചു കെട്ടിച്ചത് പീതാംബരനാ. ഏതായാലും ഇവിടെ വരെ വന്ന സ്ഥിതിക്ക് ഒന്ന് കയറി ചോദിച്ചിട്ട് പോകുന്ന മര്യാദ. എന്നാ കയറാം. ഇവിടെ ആരും ഇല്ലേ? ചേച്ചി, അമ്മച്ചി, പീതാംബരന് വോട്ട് ചോദിച്ച് ഇറങ്ങിയ കൂട്ടത്തിൽ ഒന്ന് കയറിയെന്നേ ഉള്ളൂ. നമ്മുടെ ചിഹ്നം കൊതവാണ്. പീതാംബരനെ കുറിച്ച് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമൊന്നുമില്ലല്ലോ. അയ്യോ, അത് പിന്നെ പറയണോ? പീതാംബരനെ ആർക്കാ അറിയാത്തത്? അവൻ നല്ലവനാ, ഉപകാരിയാ. തന്തയില്ലാത്ത എന്റെ മോളെ ഇറക്കി വിട്ടത് അവന്റെ മിടുക്കൊണ്ടാ. പക്ഷെ ഒന്നും തോന്നരുത്, വോട്ട് ഞങ്ങൾ പാർട്ടിക്കേ ചെയ്യൂ. അമ്മച്ചിയാണ് പെണ്ണ്. ഒരു മിനിറ്റ് ഇരുന്നാട്ടെ. മനസ്സിലൊന്ന് വെച്ചിട്ട് പുറത്ത് വേറൊന്ന് പറഞ്ഞില്ലല്ലോ. അമ്മച്ചി ഇനി കെട്ടിച്ചേക്കാൻ പെൺമക്കൾ വേറെ വല്ലതും ഉണ്ടോ? ഒന്നുകൂടി ഉണ്ട് മോനെ. അതിന് ആരുടെയും കൂടെ അയച്ചുകളയല്ലേ? അതെന്താ? പാർട്ടി വരും കെട്ടാൻ.
അങ്ങനെ ഇപ്പൊ വായിക്കണ്ട, നന്ദിയില്ലാത്തത്. ആ വാ വാ. ഞാനേ വൈകിട്ടത്തേക്കുള്ള അധ്യക്ഷ പ്രസംഗം ഒന്ന് എഴുതി പഠിക്കുകയായിരുന്നു. പ്രസംഗം എഴുതി പണിച്ചോണ്ടൊന്നും കാര്യമില്ല. ആന കരിമ്പിൻ തോട്ടത്തിൽ ഇറങ്ങിയ പോലായി. മനസ്സിലായില്ല? അവറാച്ചനും മോനും കൂടെ വീട് വീടാന്തരം കയറി ഇറങ്ങി ആളുകൾക്ക് കാശ് കൊടുക്കുക. വോട്ടുകൾ ഒരുപാട് മറിയും. ചുമ്മാ കിടന്നുറങ്ങിയവനെ വിളിച്ചുണർത്തി തെങ്ങേ കയറ്റി എന്ന് പറഞ്ഞ പോലായി പീതാംബരന്റെ കാര്യം. പീതാംബരൻ എങ്ങാനും തോറ്റാൽ നമ്മളാവും ഉത്തരവാദികൾ. സമ്മതിദാനാവകാശം വിലയ്ക്ക് വാങ്ങിക്കുക എന്ന് പറഞ്ഞാൽ ഞാൻ അതിനെതിരാ. അല്ലെങ്കിൽ ഇരിക്കുന്നു മേടിക്കാൻ. ഒരു പൈസ പോലും സംഭാവന കിട്ടാതെ രസീത് ബുക്ക് പോലും നമ്മളെ നോക്കി നാണിച്ച് പല്ലിളിക്കുക. ആളുകളുടെ മനസ്സ് മാറ്റണം, അത്രയല്ലേ വേണ്ടൂ. അത് ഞാൻ ഏറ്റു. ഒരു സഹതാപ തരംഗം സൃഷ്ടിച്ചാലോ? അങ്ങനെ എങ്ങനെ? വഴിയുണ്ട്. പണ്ട് കർത്താവിന് ഒറ്റുകൊടുക്കാൻ നേരത്ത് യൂദാസും ഒരു പെഗ് അടിച്ചിരുന്നു. പീതാംബരനെ പോലെ ഒരു നല്ല മനുഷ്യനായിട്ട് പണിയണമെങ്കിൽ എവന്റെ പിൻബലമില്ലാതെ പറ്റത്തില്ല. ഉമ്മിണി ആ ചെമ്മിണിയോട് അടിക്കും. പ്രവർത്തിക്കാനുള്ളതായി. ഇനി കുടിച്ച ഞാൻ വാള് പണി. എന്നാ വേണ്ട. പണ്ടാണെങ്കിൽ ലാവിഷായിട്ട് ഛർദിക്കായിരുന്നു. ഇപ്പൊ ചാരായത്തിനും തീ പിടിച്ച വിലയാ. ജോക്കി, ഇനി മോന്തിക്കൊണ്ടിരുന്ന അവരങ്ങ് പോവും. പറഞ്ഞ വഴി കൂടെ തന്നെ അധ്യക്ഷൻ വരുമോ? ആ പീതാംബരനോട് കൂറുള്ളവൻ അച്യുതൻ നായര്. അയാളൊരു വാക്ക് പറഞ്ഞ വാക്ക വൃത്തികെട്ടവൻ. അത് ശരിയാ. നാറിയാണെങ്കിലും അയാൾ ആള് നല്ലവനാ. കണ്ണ് കാണാമല്ലോ. വരുന്നുണ്ട്. വേഗം ആ മുഖംമൂടി ഇട. പൊക്കോ. കിട്ടിയ അവസരം പാഴാക്കരുത്. അച്യുത നായർക്ക് ഒരെണ്ണം കൊടുത്തേരെ. അയാളല്ലേ സൂത്രധാരകൻ. നന്നായിട്ട് പെരുമാറു കുഞ്ഞുങ്ങളെ. പോ. എങ്ങനെ കണക്ക് കൂട്ടിയാലും ഒരു 2000 വോട്ടിന്റെ ഭൂരിപക്ഷത്തിന് താൻ ജയിക്കേണ്ടതാ. പക്ഷെ നമ്മുടെ ആളുകൾക്കുള്ള ഒരു പരാതി താൻ നേരിട്ട് അവരോട് വോട്ട് ചോദിക്കുന്നില്ല എന്നുള്ളതാ. നിർബന്ധിക്കേണ്ട കാര്യമുണ്ടോ? അവർക്ക് തോന്നിട്ട് വേണല്ലോ ചെയ്യാൻ. അത് പറഞ്ഞിട്ട് കാര്യമില്ല. ഇപ്പൊ അതുവല്ലോ നടക്കുന്നത്. രാഷ്ട്രീയം എന്ന് പറയുന്നത് ലക്ഷക്കണക്കിന് രൂപ മുതൽ മുടക്ക് ചെയ്യുന്ന ഒരു ബിസിനസ് ആയിട്ട് അധപ്പതിച്ചിരിക്കുകയല്ലേ. അയ്യോ എന്നെ തല്ലി. വോട്ട് കിട്ടും. പുഷ്പം പോലെ ജയിക്കും. അടിച്ചവരെ ആരെങ്കിലും നീ കണ്ടോ? മുഖം മൂടിയിട്ട് ഇരുട്ടത്ത് തല്ലിയാൽ എങ്ങനെ കാണാനാ? ചാരായത്തിന്റെ ഭയങ്കര നാറ്റം ഉണ്ടായിരുന്നു. അത് പിന്നെ ചാരായം കുടിക്കാൻ എങ്ങനെയാ തല്ലുന്നത്? ജീവിതത്തിൽ ആദ്യമായിട്ടാ എനിക്ക് തല്ലുകൊള്ളുന്നത്. അങ്ങനെ ഒരു അനുഭവം. അമ്മ അപ്പോഴേ പറഞ്ഞതാ ഇലക്ഷന് നിൽക്കണ്ടെന്ന്. ഇലക്ഷന് നിന്നാ തല്ലുകൊള്ളുമെന്ന് ആരെങ്കിലും അറിഞ്ഞോ? അടി കൊണ്ടാലെന്താ? നേതാവിന്റെ വില കൂടിയില്ലേ? അറിയപ്പെടുന്ന നേതാവാകണമെങ്കിൽ 2 അടി കൊള്ളണം. വളരെ ശരിയാ. അതിനുവേണ്ടിയാണല്ലോ ഞങ്ങള് വലിയ നേതാവാക്കാൻ ഇപ്പോ ഈ അവസ്ഥയിലായി. ഹലോ ജോക്കി, മനസ്സിലായല്ലേ? ഞാൻ ഫ്രെഡി. നമ്മളൊന്നും പരിചയമില്ല. പരിചയപ്പെടാമെന്ന് കരുതി വിളിച്ചാണ്. അതോട്ടിരിക്കാം. ഇരിക്കൂ. ജോക്കിയുടെ പേര് ഞാൻ എങ്ങനെ മനസ്സിലാക്കിയെന്നായിരിക്കും. ഇവിടുന്ന് ഒരു 10 കിലോമീറ്ററുകൾ എന്റെ വീട്ടിലേക്ക്. എന്റെ ഒരു ഫ്രണ്ട് കുവൈറ്റിലുണ്ട്. അവന് ജോക്കി അറിയാം. കുവൈറ്റിൽ എന്തായിരുന്നു ജോലി? ഞാൻ ഇവിടുത്തെ ഒരു ഹോട്ടലിലെ സൂപ്പർവൈസ് ചെയ്യുന്ന ആളായിരുന്നു. അപ്പൊ യുദ്ധം കഴിഞ്ഞ് പിന്നെ അങ്ങോട്ട് പോയില്ലല്ലേ? ഇല്ല, ഏത് നിമിഷം വിളി വരാം. അല്ല, വിളിച്ചില്ലേലും കുഴപ്പമില്ല. എന്റെ അങ്കിളിന് അവിടെ വലിയ ബിസിനസ്സാ. കക്ഷിക്ക് ആളെ ആവശ്യമുണ്ട്. ആ പാസ്പോർട്ട് നമ്പർ തന്നാ മതി, ഞാൻ എഴുതാം. ഞാനിത് കുഴപ്പമില്ലെന്നേ. അല്ല, കഴിക്കാറുണ്ട്. അത് ശരി. ഇവിടെ ആരെ കാണാൻ വന്നതാ? പുഴയിലൂടെയുള്ള യാത്ര ഒരു ത്രില്ലാണ്. ആൻ അമേസിംഗ് എക്സ്പീരിയൻസ്. ദിവസവും 2 മണിക്കൂറെങ്കിലും ബോട്ട് ഓടിച്ചില്ലെങ്കിൽ ഭയങ്കര ബോറാണ്. യാത്രക്കിടയിൽ ചൂണ്ടയെറിഞ്ഞ് മീൻ പിടിക്കണം. എന്നിട്ടത് ഈ ബോട്ടിൽ വെച്ച് പാചകം ചെയ്ത് മദ്യത്തോടൊപ്പം കഴിച്ച് പ്രകൃതിയുടെ സ്വച്ഛമായ കാറ്റിന്റെ തലോടലിൽ തിരയുടെ താളത്തിൽ മയങ്ങണം. ആ നിമിഷങ്ങളുടെ സുഖം ചൊക്കി എറിഞ്ഞിട്ടുണ്ടോ? ഒന്ന് നോക്കിയാൽ നമ്മളെല്ലാം വിധിയുടെ കളിപ്പാവുകളാണ്. പുഴ നമുക്കെല്ലാം തരും, ഒന്നൊഴികെ. അതെന്താണെന്ന് പറയാമോ? അത് പഠിപ്പിച്ച ദിവസം ഞാൻ ക്ലാസ്സിൽ കയറിയില്ല. സെക്സ് അതൊഴിച്ചെല്ലാം തരും. അതിന് അടൽസോളി സിനിമ ഉണ്ടാ പോരെ?
ഈ തീരത്തോട് എനിക്കൊരു പ്രത്യേക താല്പര്യമുണ്ട്. മറ്റൊരു തീരത്തോടും തോന്നാത്ത ഒരു മമത. നല്ല സ്ഥലമാ. സെന്റിന് 10,000 വെച്ച് കൊടുത്താലും കിട്ടാനില്ല. റെഡിക്ക് വേണമെങ്കിൽ നമുക്ക് നോക്കാം. ഞാൻ വിലയ്ക്ക് വാങ്ങുന്ന കാര്യമല്ല പറഞ്ഞത്. ഐ മീൻ ദിസ് ഫന്റാസ്റ്റിക് ലാൻഡ്സ്കേപ്പ്. സൗന്ദര്യം ദർശിക്കുന്നതിന് വില കൊടുക്കേണ്ട ആവശ്യമില്ലല്ലോ. ഓഫ് കോഴ്സ്.